കഴിഞ്ഞു. ഇങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ. ആദ്യം മൂസത്ത്. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന പണ്ട് തലശ്ശേരി സംവാദത്തിൽ ഒരു സുന്നി മുസ്ലിയാർ, ആ സുന്നി മുസ്ലിയാരുമായിട്ട് ഈ സെക്രിയ സേനാക്കി സംവാദം നടത്തിയിട്ടുണ്ട്. അന്ന് സെക്രിയ സേനാക്കി ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞതറിയാമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മെഹറാജ് രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന. അപ്പോൾ അന്ന് സെക്രിയ പറഞ്ഞു, അത് മോചിതത്തല്ലേ? ആലോചിക്കുക. അന്ന് അത് പറഞ്ഞ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു, ഇത് മോചിതത്തല്ലേ? മറുപടിയില്ല. അവിടെ നിന്ന് പോയി. എനിക്ക് ഈ മറുപടി ഇല്ലാത്ത ഈ ചോദ്യം ഇങ്ങനെ വളരെ പ്രശ്നമുണ്ടാക്കി. അവരുടെ മൗലവിമാരെ എവിടെ വെച്ച് കണ്ടാലും എപ്പോൾ അവസരം കിട്ടിയാലും ചോദിക്കുമായിരുന്നു. ഒന്നിനും മറുപടിയില്ല. ഒടുവിൽ മെജസ്റ്റിക് മഹലിൽ മുഖാമുഖം ഉണ്ടായി. ആ മുഖാമുഖത്തിൽ ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചു. 3 ചോദ്യങ്ങൾ പറഞ്ഞു. 3ാമത്തെ ചോദ്യത്തിന് നമ്മുടെ ശംസുദ്ദീൻ പാലത്ത് പറയാ, ഇനി ആ സഹോദരന് മയക്ക് കൊടുക്കണ്ട, അതാ എളുപ്പ വഴി. പിന്നീട് ആ CD ഇറങ്ങിയപ്പോൾ ആ 3 ചോദ്യവും കട്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലാക്കണം. ഇങ്ങനെ രഹസ്യമായി പള്ള നിറയെ തൗഹീദുമായിട്ട് പൊള്ളവാദങ്ങളുമായിട്ട് നടക്കുകയാണ്. പക്ഷേ പുറത്തു വരുന്നതോ ചെറുക്കൻ വിശ്വാസങ്ങളാണ്. ആളുകൾ അറിയാൻ പാടില്ല എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറി വിളിക്കുക, ഒരു നോട്ടീസ് കൊടുത്താൽ പിടിച്ചു പറിക്കുക. സലഫി സെന്ററിനിടയിൽ ഈ അടുത്ത കാലത്ത് 3 ജുമാ ഖുതുബകൾക്ക് ശേഷം അടിയാണെന്നു. നോട്ടീസ് കൊടുക്കും, മറ്റാൾ തട്ടിക്കൊണ്ടുപോകും. ഇതൊക്കെ ഏത് സ്വഭാവത്തിൽ തന്നെ വ്യത്യാസങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥ തൗഹീദുള്ള ആദർശമുള്ള മുജാഹിദ് പ്രസ്ഥാനം അപ്പോഴും പണ്ടത്തെ പോലെ തുടരുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മനസ്സിലാക്കണം. ഇത് നടന്നുപോയ ഒരു വിഭാഗം, അവരുടെ ആചാരോപങ്ങളിൽ പെട്ടുപോയി സമൂഹം. നമ്മൾ തിരുത്തി നമ്മുടെ സഹോദരങ്ങളെ തിരിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവരണം. അവരോട് ആരോട് ചോദിച്ചാലും ജിന്നിനോട് സഹായം ചെയ്യും. അവർ പറയുന്നതാ, ഇപ്പോൾ ബാലുശ്ശേരി പ്രസംഗിച്ച് പറഞ്ഞു, ഞങ്ങളിൽ ഏതെങ്കിലും ഒരു MS എമ്മകാരനുണ്ടോ ജിന്നിനോട് തേടുന്നത്? കാണിച്ചു തരൂ. ഞങ്ങളിൽ ഏതെങ്കിലും ഒരു MGM കാരിയുണ്ടോ ജിന്നിനോട് തേടുന്നത്? കാണിച്ചു തരൂ. ഞങ്ങളിൽ ഏതെങ്കിലും ഒരു KN എമ്മകാരനുണ്ടോ ജിന്നിനോട് തേടുന്നത്? കാണിച്ചു തരൂ. തീർച്ചയായിട്ടും ബാലുശ്ശേരി സാഹിബ് നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ശിർക്ക് പ്രവർത്തനത്തിലുള്ള ശിർക്കാണെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ നിങ്ങളുടെ ശിർക്ക് വിശ്വാസത്തിന്റെ ശിർക്കാണ്, അത് കാണിച്ചു തരാൻ കഴിയില്ല. അള്ളാഹുവിനെ കാണാൻ കഴിയൂ. നിങ്ങളുടെ വാക്കിലൂടെ അത് പുറത്തു വരുന്നത് നമുക്ക് പറയാൻ കഴിയും. എന്താ ആ ശിർക്ക്? ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് വിശ്വാസം. പക്ഷെ തേടില്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് അവരുടെ വിശ്വാസം. ജിന്നിനോട് സഹായം തേടിയാൽ ഒരാൾ സഹായം തേടിയാൽ അയാളെ മുശ്രിക്കാണെന്ന് പറയാൻ പാടില്ല, പക്ഷെ തേടാൻ പാടില്ല. അതെന്താ കാരണം? അതിന് തേടാൻ പാടില്ല. അതിന് കാരണമുണ്ട്. യാ ഇബാദല്ലാഹി ഐനൂനി എന്ന് പറയുന്ന വിജന പ്രദേശത്ത് ജിന്നിനെ തേടുന്ന ഹദീസ്, ആ ഹദീസ് അതിനെക്കുറിച്ച് ഹദീസ് വൈഫാണ്. പക്ഷെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അത് ശിർക്കാവൂല, അതുകൊണ്ട് അവരെ മുശ്രിക്കാക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അതുകൊണ്ട് ഞങ്ങൾ ശിർക്കെന്ന് പറയില്ലെന്ന. അപ്പോൾ ആലോചിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരിചയമില്ലാത്ത നിലപാടാണത്. ഷാഫി ഇമാം പല മദ്ഹബിന്റെ ഇമാമുമാരിലും ബിദ്അത്ത് വന്നിട്ടില്ല. പക്ഷെ അവർ എഴുതി വെച്ച പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായ സുന്നത്തിന് വിപരീതമായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ സുന്നത്ത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആരെങ്കിലും പറയുമോ ഷാഫി ഇമാമിനെ വിധിയാക്കുന്നത് കൊണ്ട് നമുക്കത് ചെയ്യാൻ കുഴപ്പമില്ലെന്ന് പറയുമോ? ഇല്ല. അതേ ഒരു നിലപാടാണ്. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആവശ്യമില്ലാതെ ഇതുവരെ നയിച്ചു പോയിട്ടില്ലാത്ത ചില നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് പുറത്തുപോയ സക്കരിയ സലാഹി, ബാലുശ്ശേരി തുടങ്ങിയ ആളുകളെ ശരിക്കും ജാഗ്രതയോടുകൂടി മുസ്ലിം സമൂഹം സൂക്ഷിച്ചു കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്യപാരമായ ഗംഭീരമായ ശബ്ദത്തിൽ ഇടിമുഴക്കം പോലെ പ്രഭാഷണം നടത്താൻ അവർക്ക് കഴിയും. പക്ഷെ തൗഹീദ് നഷ്ടപ്പെട്ടു പോയി. ഇനി കാര്യമില്ല. മനസ്സിലാക്കുക, ഇത് നഷ്ടപ്പെട്ടിടത്ത് കിടന്ന് കാലിട്ടടിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ തൗഹീദിന്റെ പ്രസ്ഥാനം ഇന്നെന്താ നിലനിൽക്കുന്നു. കടന്നു വരിക വിശ്വാസത്തിലേക്ക് പഠിക്കാൻ. തീർച്ചയായും സ്വാഭാവികമായിട്ട് അവരുണ്ടാക്കി ചേർത്ത സംശയത്തിന്റെ നൂലാമാലകളുടെ കെട്ടടിക്കാൻ ഇത്തരം മുഖാമുഖ പരിപാടികൾ ഞങ്ങൾ അതിനുവേണ്ടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചോദ്യകർത്താക്കളായ ആളുകൾക്ക് ഇവിടെ മൈക്ക് പോയിന്റ് ഉണ്ടാവും, വരാം, ചോദിക്കാം. പക്ഷെ സംശയമുള്ള പല ആളുകളും ചോദിക്കാൻ അറച്ചിട്ടുണ്ടാവും. പേടിക്കേണ്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് വരാം, ചോദിക്കാം. ഇന്ന് വേറെ പലയിടത്തും പരിപാടി വെച്ചിരിക്കുക. എന്തിനാ? ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വരാൻ പാടില്ല. പണ്ട് മുസ്ലിയാക്കന്മാർ പറയുമല്ലോ, അവർ ഔലിയാക്കളെ നിഷേധിക്കുന്നവരാണ്, അവർ നബിയെ നിഷേധിക്കുന്നവരാണ്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് സമൂഹത്തെ അകറ്റി നിർത്തുക. ഇന്ന് ഇവരും പറയുന്നു ഇവർ ഹദീസ് നിഷേധികളാണ്.
അതുകൊണ്ട് നിങ്ങൾ ആരും അവിടെ പോകരുത്, നരകത്തിൽ പോകും എന്ന് അകറ്റി നിർത്തുക. ഈ അകറ്റി നിർത്തൽ പരിപാടി അബൂജഹലിന്റെ കാലത്ത് തുടങ്ങിയ പരിപാടി ഇന്നും നിലനിൽക്കുന്നു. പക്ഷെ തൗഹീദിന്റെ പ്രസ്ഥാനം ആടി ഉലയാതെ ആദർശം കൊണ്ട് മുന്നേറുകയാണ്. ഇൻഷാ അല്ലാഹ് സത്യം സത്യമേ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മുഖാമുഖ വേദിയിലേക്ക് വന്നെത്തിച്ചേർന്നിട്ടുള്ള, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന്റെ കാരണം ധാരാളം സംസാരിക്കാൻ ഇവിടെ മൗലവിമാർ കാത്തിരിപ്പുണ്ട്. തൽക്കാലം തിരുവനന്തപുരത്തെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുവെന്ന് മാത്രം. ആരുടെയും വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയല്ല, മറിച്ച് സത്യമായി പറഞ്ഞു. ഇതില് തെറ്റാണ് എന്ന് പറയുന്നവർക്ക് അതിന്റെ തെളിവുകളോട് മുന്നോട്ട് വരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന മുഖാമുഖത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും പണ്ഡിതന്മാർക്കും ബഹുമാന്യ സഹോദരങ്ങൾക്കും കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെയും ISMന്റെയും MSMന്റെയും ഒക്കെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ആദ്യം ശ്രദ്ധിക്കാൻ എല്ലാവരും ഉണ്ടാകണം. ചോദ്യകർത്താക്കൾ ഇനിയും വന്നേക്കാം. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നുള്ള പണ്ഡിതന്മാർ അബൂബക്കർ നസാഫ്, ഷഫീഖ് അസ്ലം, ഇനി വരാനിരിക്കുന്ന രണ്ടുപേരുണ്ട്, അലിമദനി മുറയൂർ, ഇർഷാദ് സലാഹി തുടങ്ങിയവരാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അവർപ്പോൾ യാത്രയിലാണ്. അതുകൊണ്ട് ഈ പരിപാടി ആദ്യം ശ്രമിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ സത്യമായ കാര്യങ്ങളെ പ്രചരിപ്പിക്കുകയും തെറ്റിദ്ധാരണകൾ നീക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് KNM ജില്ലാ സെക്രട്ടറി ജനാബ് സൈനുദ്ദീൻ സാർ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.